ഓർമ്മച്ചിപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചിപ്പിൽ ലിയോൺ ട്രോട്സ്കി അദ്ദേഹത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ലിയോൺ ട്രോട്സ്കി റഷ്യയിലെ 1917 നടന്ന ഒക്ടോബർ വിപ്ലവത്തിലെ സജീവ പങ്കാളിയായ ഒരു സഖാവാണ്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും പോളിറ്റ് ബ്യൂറോ മെമ്പറും ഒക്കെ ആയിരുന്നു. മാത്രമല്ല ലെനിൻ്റെ സന്തത സഹചാരിയുമായിരുന്നു. ലെനിൻ കമ്മ്യൂണിസ്റ്റ് കളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാവർക്കും അറിയാം. റഷ്യൻ വിപ്ലവം നയിച്ചിട്ടുള്ള നേതാവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് ട്രോട്സ്കിയെ കരുതിയിരുന്നു. എന്നാൽ ജോസഫ് സ്റ്റാലിൻ ഇത് എതിർത്തിരുന്നു ട്രോട്സ്കി. കാരണം സ്റ്റാലിൻ എപ്പോഴും വിമർശനത്തിന് വിധേയനായിക്കൊണ്ടിരുന്നു. കാരണം ട്രോട്സ്കി ഇദ്ദേഹത്തിൻ്റെ വിമർശകനായിരുന്നു. അങ്ങനെ 1924 ലെനിൻ മരിക്കുമ്പോൾ ആ തക്കം നോക്കി ജോസഫ് സ്റ്റാലിൻ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറി ആകുകയാണ്. അന്നു മുതൽ ട്രോട്സ്കിയെ പീഡിപ്പിക്കാൻ തുടങ്ങി. മാത്രമല്ല അദ്ദേഹത്തെ വീട്ടുതടങ്കൽ വരെ ഇട്ടു. അവിടുന്ന് പിന്നെ നാട് കടത്തുകയാണ്. കാരണം ഒരു നേതാവിനെ വിമർശനത്തിൻ്റെ പേരിൽ വീട്ടുതടങ്കലാക്കി പിന്നെ നാട് കടത്തി. 1937 മെക്സിക്കോയിൽ ചെന്നു ട്രോട്സ്കി. മെക്സിക്കോയിൽ ചെന്നതിന് ശേഷം പുള്ളി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, ജോസഫ് സ്റ്റാലിൻ്റെ ജീവചരിത്രം എഴുതാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതൽ ഇദ്ദേഹത്തിൻ്റെ ഭീഷണി കൂടി വരികയാണ്. ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ട പല ശ്രമങ്ങളും നടന്നു. ഒടുവിൽ ഒരു ആരാധകൻ വരികയാണ്. ആരാധകൻ വന്നു മഴ കൊണ്ട് ട്രോട്സ്കിയുടെ തല തല്ലിപ്പൊളിക്കുകയാണ്. തല തകർന്നുപോയി. അപ്പോൾ ആ രക്തം ചിന്തി വീഴുന്നത് സ്റ്റാലിൻ്റെ ജീവചരിത്രത്തിൻ്റെ തീരാൻ പോകുന്ന ആ ജീവചരിത്രത്തിലാണ്. ആ ജീവചരിത്രം രക്തക്കറവ് കൊണ്ട് നിറഞ്ഞു. അറിയാം, ഘാതകൻ അവിടെ മെക്സിക്കോ സർക്കാർ ഘാതകനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിനു ശേഷം 20 വർഷം തടവിലാക്കി. അങ്ങനെ കഴിയുമ്പോൾ 1950 മുതൽ സ്റ്റാലിൻ മരിക്കുകയാണ്. 3 കൊല്ലം കഴിഞ്ഞിട്ട് 1956 റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20ാം പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. അവിടെ ആ പാർട്ടി കോൺഗ്രസ്സിൽ നികിത ക്രൂഷേവ്, അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നികിത ക്രൂഷേവ് സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ ട്രോട്സ്കിക്ക് ഒരു പാവോചനം കിട്ടിയില്ല. ട്രോട്സ്കി അപ്പോഴും കുലംകുത്തിയായി നിലനിൽക്കുകയാണ്. ആ സമയത്ത് 1961 ആ സമയത്ത് ആ ഘാതകനെ അവിടെ നിന്ന് ജയിൽ മോചിപ്പിച്ചു. ആ ഘാതകൻ റഷ്യയിൽ വരികയാണ്. റഷ്യയിൽ വന്നപ്പോൾ വമ്പിച്ച സ്വീകരണം കൊടുക്കുകയാണ്. മാത്രമല്ല ഹീറോ ഓഫ് ദ സോവിയറ്റ് ലാൻഡ്സ് പദവിയും അതുപോലൊപ്പം തന്നെ ഓർഡർ ഓഫ് ലെനിൻ എന്ന മഹത്തായ ആദരവും കൊടുക്കുകയാണ്. നോക്കണേ, എന്തൊരു പ്രതിഭാസം! ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ എതിരെ ശബ്ദമുയർത്തിയപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ മറ്റൊരു സഖാവിന് കിട്ടിയ ദാരുണമായ ഒരു കാര്യമാണ് ട്രോട്സ്കിയുടെ കഥ. നന്ദി, നമസ്കാരം.